പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് എൻഡിൽ നൂൺ പാർട്ണേഴ്സിൻ്റെ ഇവിടെ 3 ഡോട്ട് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഫുൾഫിൽമെൻറ്റ് വഴി പാർട്ണർ എന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ബാക്ക് ഇൻ മെറ്റീരിയൽസ് കാണുന്നുണ്ടോ? പാക്ക് ഇൻ മെറ്റീരിയൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പാക്ക് ഇൻ മെറ്റീരിയൽസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് എനിക്ക് ഈ ഒരു ഓൾറെഡി ഞാനൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് എനിക്ക് ഓർഡർ മെറ്റീരിയൽസ് പാക്കിംഗ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യേണ്ടത്. അപ്പം ജസ്റ്റ് ഇതവിടെ മുകളിൽ ഓർഡർ മെറ്റീരിയൽ പാക്കിംഗ് മെറ്റീരിയൽ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ വെയർ ഹൗസ് സെലക്ട് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. വെയർ ഹൗസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് പാക്കിംഗ് മെറ്റീരിയലിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് ഓർഡർ ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ബോക്സ് വരുന്നുണ്ട്. ഗ്ലാസ് ടൈപ്പാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ഡാമേജസ് ഒക്കെ വരാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതിൽ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. അതേപോലെ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് അതിനകത്ത് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റിക്കർ വരുന്നുണ്ട്. അതുപോലെ ബോക്സ് ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ബോക്സിൻ്റെ സൈസും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അത് ബോക്സിൽ ഒട്ടിക്കുന്ന ടാപ്പ് ഉണ്ട്, അതെന്തായാലും നിർബന്ധമാണ്. ബോക്സിൽ ഒട്ടിക്കുന്ന ടാപ്പ് ബോക്സ് ഓർഡർ ചെയ്യുമ്പോൾ ടാപ്പ് എന്തായാലും വേണം. ഓക്കെ, പിന്നെയാണ് ഏറ്റവും നിർബന്ധമുള്ള കാര്യം QR കോഡാണ്. പിക്ക് ചെയ്യുമ്പോൾ ഈ QR കോഡാണ് സ്കാൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് പാക്കിംഗ് മെറ്റീരിയൽസ് ഒട്ടിക്കുന്നു. ഒട്ടിച്ച് കഴിഞ്ഞാൽ ന്യൂണിൻ്റെ ഡെലിവറി ബോയ് വന്നിട്ട് ആ QR കോഡ് മാത്രമാണ് സ്കാൻ ചെയ്യുന്നത്.